Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. എങ്ങനെയുണ്ട് കാലാവസ്ഥ? മഴയുണ്ടോ? രാവിലെ ഉണ്ടായി. രാവിലെ ഉണ്ടായിരുന്നു. വായിച്ചായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങള്? ഓക്കെ, നമ്മളിപ്പോ ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എംപ്ലോയറും അതുപോലെ തന്നെ ജോബ് സീക്കറിന്റെ അഡ്വാൻറ്റേജ് ഗുണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂവിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് എക്സ്പെൻസീവ് നോക്കാം. The biggest disadvantages of an interview is that it is expensive in terms of time and money. നമുക്കറിയാം, ഒരു ഇന്റർവ്യൂ നടത്താനായിട്ട് കുറെ അധികം ടൈം പോകും, അതുപോലെ തന്നെ മണി അല്ലെ, കോസ്റ്റും വളരെ കൂടുതലാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. കോസ്റ്റ് ആവും, അതുപോലെ തന്നെ ടൈമും നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ കുറേ അധികം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, ദോഷമാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റീവ്, സെക്കൻഡ് വൺ പറയുന്നത് സബ്ജക്റ്റീവ്. മിനിറ്റ് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ആക്കിക്കോട്ടെ, ഡിസ്റ്റർബൻസ് വന്നാലും നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആവില്ല. ഓക്കെ, സെക്കൻഡ് വൺ ആണ് സബ്ജക്റ്റീവ്. Sometimes there are chances of personal biases. In case of personal interview, this problem also may take place if the investigators are doing partially and are trying to leak the possible answer to the candidate. ഇപ്പോ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ചില വ്യക്തികൾക്ക് എംപ്ലോയറോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് അല്ലെ, എംപ്ലോയർക്ക് എംപ്ലോയി കാൻഡിഡേറ്റ്സിനോടൊക്കെ പ്രയോറിറ്റി തോന്നാറുണ്ട്. ചിലപ്പോ ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾ ചിലപ്പോൾ അവരുടെ റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അല്ലെ, ഫ്രണ്ട്സുകളൊക്കെ ആയിരിക്കാം. അങ്ങനെ ബേസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കും. എംപ്ലോയർ, തൊഴിലുടമ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഫേവറിസം. ഓക്കെ, ഫേവറിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല നേരത്തെ ഉള്ള ഇതില് പോർഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആദ്യ പോർഷനിലൊക്കെ.
അപ്പൊ അങ്ങനെയുള്ള ഫേവറിസം ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ അവർക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാം, ഇന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതാണ് സബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പോ എന്താണ് സബ്ജക്റ്റീവിൽ പറയുന്നത്? ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ തൊഴിലുടമ ഇന്റർവ്യൂവർ ഇത് ചെയ്യുന്നത് ചില ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതും എന്താണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സബ്ജക്റ്റ് ടു ബയസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ്. Another disadvantage is that sometimes an interview can affect negatively by the manner in which the questions are asked by the interviewer, his way of interaction, false recording, and at the same time by the responders' wrong perception, defective memories, lack of expression, etc. എന്താണ് ഈ സബ്ജക്റ്റ് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സിൽ പറയുന്നത്, ചില ടൈമില് ഇന്റർവ്യൂ നടത്തുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും അല്ലെ. ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം? ചിലപ്പോ ഇന്ററാക്ഷൻ അല്ലെ, അവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാൻഡിഡേറ്റ്സിന് ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ അവരുടെ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ അവരുടെ എന്താണ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മളെ കാൻഡിഡേറ്റ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അത് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂല് വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? കാൻഡിഡേറ്റ്സിനോട് അവരുടെ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ബിഹേവിയർ ഒക്കെ അതില് വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളോട് സംസാരിക്കാം, അതുപോലെ എക്സ്പ്രഷൻസ്, അതുപോലെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്. The result of an interview are very difficult to be analyzed because of the subjective nature of the information as well as the distortion in the communication. ഇന്റർവ്യൂ നടത്താനായിട്ട് അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ഇപ്പോ അറിയാത്ത ഒരു ആളാണ് ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോ ബയോളജി ടീച്ചർക്കാണ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ബയോളജി ടീച്ചറുടെ വാക്കൻസിയിൽ ആളുകൾ വരുമ്പോ, ഇന്റർവ്യൂവിന് വരുമ്പോ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കുന്നത് ചിലപ്പോ മാത്സ് ടീച്ചർ ആവാം. മനസ്സിലായോ? അങ്ങനെ ആ മാത്സ് ടീച്ചർ ഇരിക്കുമ്പോൾ അയാൾക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല അല്ലെ. ബയോളജി ടീച്ചറെയാണ് സ്കൂളിലേക്ക് ആവശ്യം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന എംപ്ലോയർ എന്ന് പറയുന്നത് ചിലപ്പോ എക്സ്പേർട്ട് ആയിട്ടുള്ള മാത്സ് ടീച്ചർ ആവാം. മാത്സ് ടീച്ചർ ഇരിക്കുമ്പോൾ അവർക്ക് എന്താണ്, ആ സബ്ജക്റ്റില് കൂടുതലായിട്ട് അറിവുണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ വർത്തമാനം അല്ലെ, കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകൾ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസിൽ വരുന്നത്. ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിന്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ചില റീസൺസ് ആണ് അതിൽ പറയുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എക്സ്പേർട്സ്, സബ്ജക്ട് എക്സ്പേർട്സ് എന്താണ്, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ എക്സാമ്പിൾ ഓർത്ത് വെക്കാം. ബയോളജി ടീച്ചറിന് ആവശ്യമായിട്ട് വരുന്നത് ചിലപ്പോ മാത്സ് ടീച്ചർ ആവാം ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, എംപ്ലോയർ ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിൽ അദ്ദേഹത്തിന് നോളജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പല കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകളും സംഭവിക്കുന്നുണ്ട്. അതാണ് ഡിഫിക്കൽറ്റി ഇൻ അനാലിസിസ്. ഇനി എന്താണ്, ineffective in same area. Face-to-face interviews are often incapable of gathering personal and financial information. Such kinds of information may be obtained through mail questionnaires, especially if there is no compulsion of underdesign it. Ineffective in some areas എന്ന് പറഞ്ഞാല് ചില നമ്മള് എന്താണ് ഇന്റർവ്യൂവിന് വരുമ്പോ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് പേഴ്സണൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ
ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാൻഡിഡേറ്റിന് അത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? such kinds of information may be obtained through mail questionnaires. ഇങ്ങനെ കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മെയിലായിട്ട് ക്വസ്റ്റ്യൻസ് വഴി അവരെ അറിയിക്കാം. അപ്പൊ എന്ത് ചെയ്യും? അതിലൂടെ മെയിലിലൂടെ തിരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടും അല്ലെ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില കാൻഡിഡേറ്റ്സിന് ഫോമിലൂടെ നേരിട്ട് എഴുതി അത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യണം? മെയിലിലൂടെ അയച്ചു കൊടുത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് റിപ്ലൈ നമ്മൾ നോക്കാം, കണ്ടെത്താം. ഇനി എന്താണ് പറയുന്നത്? റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. ഇന്റർവ്യൂ ഹാസ് ദ അഡ്വാൻറ്റേജസ് as it poses is problem of recording information collected from the candidate. For this purposes, there is no proper facility. Not taking is supposed to be a distortion for both the interviewee and the interviewer. It interrupts the flow of conversation. നമുക്കറിയാം, ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണല്ലേ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ നടത്തുമ്പോ നമ്മള് കാൻഡിഡേറ്റ് പറയുന്ന പല ഇൻഫർമേഷനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെക്കോർഡ് ചെയ്യാറുണ്ടോ? അവരുടെ പല ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യോ? അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇന്റർവ്യൂവിലുണ്ടോ? നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഇന്റർവ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവാറുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങള്? Yes or no? കണ്ടിട്ടില്ല? ഇല്ല. ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇന്റർവ്യൂവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, കാൻഡിഡേറ്റ് അതിന് ആൻസർ പറയും. അത് എന്ത് ചെയ്യും? ചിലത് നമ്മൾ ഓർത്ത് വെക്കും അല്ലെ, ഇന്റർവ്യൂവർ ഓർത്ത് വെക്കും. ഓക്കെ, അപ്പോ ചിലപ്പോ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോ എന്താണ്? ആ ഇന്റർവ്യൂ ഒരു പോസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു നല്ല രീതിയിൽ പോവാനായിട്ട് പറ്റില്ല. നമുക്ക് ഓരോ അവരുടെ ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും അല്ലെ. അല്ലെങ്കിൽ അവര് ചിലപ്പോ പറഞ്ഞത് എന്താണോ അത് ചിലപ്പോ നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും. ചിലപ്പോ നമ്മള് എന്താണ് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇന്റർവ്യൂ നമുക്കറിയാലോ, അപ്പൊ ചോദിക്കുന്ന തോന്നിയ പോലെയുള്ള ക്വസ്റ്റ്യൻസ് തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഓരോ ആൻസറിനോടനുബന്ധിച്ചിട്ടാണ് അവര് ഓരോരോ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചിലപ്പോൾ സബ്ജക്ട് ബേസ്ഡ് ആവാം, ചിലപ്പോൾ പേഴ്സണൽ ആയിട്ടാവാം അല്ലെ. അങ്ങനെയുള്ള ജനറൽ നോളജ്, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോ അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആൻസറുകൾ നമുക്ക് മൈൻഡിൽ ഉണ്ടാവാം, എംപ്ലോയറുടെ മൈൻഡിൽ ഉണ്ടാവാം ഇവര് പറയുന്നത്. അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള റെക്കോർഡ് ചെയ്യുന്നതിനുള്ള അവര് പറയുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും, നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, ഇനി എന്താണ്? demands skilled interviewers. The interview requires a set of highly skilled interviewers whose availability is limited and the time and cost spent on their training and development is also high. എന്താണ് ഇന്റർവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെങ്കിൽ എംപ്ലോയർ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ അല്ലെ. ഇന്റർവ്യൂവേഴ്സ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സ് ആയിരിക്കണം അല്ലെ. ഇനി അവരെ നമുക്ക് എന്താണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ലഭിക്കാനായിട്ട് വളരെ അപൂർവമായിട്ട് ലിമിറ്റഡ് ആയിരിക്കും ഇന്റർവ്യൂവേഴ്സ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്കില്ലുള്ള ഇന്റർവ്യൂസിന് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ അവർ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവരെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഡിമാൻഡ്സ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്
ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ എന്നതിൽ പറഞ്ഞത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ പറഞ്ഞത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്താണ് തേർഡ് വൺ പറഞ്ഞത് സബ്ജക്ട് ടു ബൈസ് പേഴ്സണൽ. ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും അത് ചിലപ്പോ ഹേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഇന്ററാക്ഷൻ അതൊക്കെ കാൻഡിഡേറ്റ്സിന് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഡിഫിക്കൽറ്റി ടു അനാലിസിസ്. നമ്മൾ പറഞ്ഞില്ലേ മാത്സ് ടീച്ചറെ ആണ് ചിലപ്പോ സ്കൂളിലേക്ക് ആവശ്യമെങ്കിലും അതിന്റെ ഇന്റർവ്യൂവിന് വരുന്ന മാത്സ് ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഇനി അവര് വരുമ്പോ അവരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ആരായിരിക്കാം? ചിലപ്പോ എക്സ്പേർട്സ് എന്താണ് ബയോളജി ടീച്ചർ ആയിരിക്കാം. അപ്പം അവരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, കമ്മ്യൂണിക്കേഷനിൽ മിസ്റ്റേക്ക് വരാം. ഓക്കെ, സബ്ജക്ട് എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പല ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. ഇനി ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസ്. എന്താ പറയുന്നത്? ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസില് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആർ ഓപ്റ്റൻ ഗ്യാതറിംഗ്. എന്താണ് ഈ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ അല്ലെ. നമുക്ക് ചിലപ്പോ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ നമുക്ക് എന്താണ് ഫോം ഫിൽ ചെയ്യാനായിട്ട് വരും. അപ്പൊ ഫോം ഫിൽ ചെയ്യാനായിട്ട് തരുമ്പോൾ അതിനകത്ത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചില കാൻഡിഡേറ്റ്സിന് എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം? നമ്മൾ മെയിൽ വഴി അയച്ചു കൊടുത്തിട്ട് അതിന്റെ റിപ്ലൈ നമ്മള് അല്ലെങ്കിൽ ആൻസർ നമ്മൾ നോക്കുക. ഇതിലൂടെ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. ഇനി എന്താണ് റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്? നമുക്കറിയാം ഫേസ് ടു ഫേസ് ആണ് ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പോ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ആൻസർ അവർ പറയുകയും ചെയ്യും അല്ലെ. അതിനുള്ള റെക്കോർഡിംഗ് ഫെസിലിറ്റി ഒന്നും ഇന്റർവ്യൂവിൽ ഇല്ല. ഓക്കെ, അവരെന്താണോ പറഞ്ഞത് ഇത് ചിലപ്പോ ഇന്റർവ്യൂവിന്റെ മൈൻഡില് കുറച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുറച്ചൊക്കെ പലരെയും ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മൈൻഡിൽ ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ റെക്കോർഡിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എന്താണ് അവർ പറഞ്ഞ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂസ്. എന്താണ് അവർക്ക് ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, ലിമിറ്റഡ് ആണ് അവരുണ്ടാകുന്നത്. അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതും എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? നെക്സ്റ്റ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ? ശാരീരിക പരിശോധന അല്ലെ. ശാരീരിക പരിശോധന. ഇനി എന്താണെന്ന് നോക്കാം. There are jobs that necessitate uncommon strength, tolerance and endurance. അപ്പോൾ strength, tolerance, endurance ഇങ്ങനെയുള്ള ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ട പലതരത്തിലുള്ള ജോബുകൾ ഉണ്ട് അല്ലെ നമ്മുടെ നാട്ടില്. ഓക്കെ, the candidates medical or physical examination will help in examining whether or not they possess these required attribute of skills. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളോ കഴിവുകളോ ഉണ്ടോ, ജോബിനെ പറ്റിയിട്ടുള്ള എബിലിറ്റി ഉണ്ടോ, ഗുണങ്ങളുണ്ടോ, കഴിവുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. It highlights not as a reason for dismissal but as a helpful tool for selecting and transferring candidates as per their ability. ഇങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് കാൻഡിഡേറ്റ്സിനെ ഡിസ്മിസൽ ചെയ്യാനായിട്ടല്ല, ഇതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആ ജോബിനുള്ള എബിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The physical health of the candidate is examined either by the company's physician. Underline ചെയ്യാട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് ആരാണ്?
company's physician or by the medical officer appointed by the company. ഒന്നല്ലെങ്കിൽ കമ്പനിയുടെ ഫിസിഷ്യൻ ആവാം. കമ്പനിക്ക് ഒരു ഫിസിഷ്യൻ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ കമ്പനിയുടെ ഫിസിഷ്യൻ ആവാം, അല്ലെങ്കിൽ ആരായിരിക്കാം, കമ്പനി ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആവാം. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Candidates go through a physical fitness test after selection decision and before the job offer is made. ഇനി എന്താണ് ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുൻപോ ഇവരെ എന്തിന് വിധേയമാക്കുന്നുണ്ട്? ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കുന്നു. Usually a job offer is based on the condition that whether or not the applicant is physically fit. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത്? അവര് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. The medical fitness test results are recorded in a statement or kept in the personal record of the candidate. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. എന്താണ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ റിസൾട്ട്? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേഴ്സണൽ റെക്കോർഡിലും റെക്കോർഡായിട്ടും അത് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ കാൻഡിഡേറ്റിന്റെ പേഴ്സണൽ റെക്കോർഡായിട്ടും അത് കീപ്പ് ചെയ്ത് വെക്കുന്നു. As the result, the physical examination is the most useful form of selection, where the physical strength is the almost important. അപ്പൊ എന്താണ് ഫിസിക്കൽ ടെസ്റ്റിന്? ആ ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ശക്തി എന്നൊക്കെ പറയാം. നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ ഈ കാര്യങ്ങളൊക്കെ? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനുള്ളൂ. ഇനി നോക്കാം മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ. എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഫിസിക്കൽ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ മെത്തേഡ്സ് ആണ് നോക്കിയേ? ഡ്രഗ് ടെസ്റ്റിംഗ്, HIV and AIDS testing, strength and fitness testing, genetic testing. 4 കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കാം, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണേ. ഡ്രഗ് ടെസ്റ്റിംഗ് ഉണ്ട്, HIV and AIDS testing ഉണ്ട്, strength and fitness testing, genetic testing. ഒന്ന് വായിക്കണോ ഇത്രയും കാര്യങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാലേ കമന്റ് ഇട്ടാ മതി കേട്ടോ.
Clear ആയോ? Okay. Next നോക്കാം ട്ടോ. Methods of physical examination ആണ് നമ്മൾ പറയാൻ പോകുന്നത്. First one ആണ് drug testing. Pre-employment drug testing is the most common type of testing program. Okay, underline ചെയ്തേ. Pre-employment drug testing is the most common type of testing program. Okay, common type of testing program ആണ് drug testing എന്ന് പറഞ്ഞാൽ. For human resources and safety practitioners, drug testing has become a critical workplace safety problem. എന്താണ് human resourcesഉം അതുപോലെ safety practitionersനും മയക്കുമരുന്ന് ഡ്രഗ് ടെസ്റ്റിംഗ് പരിശോധന ഒരു നിർണായക ജോലിസ്ഥല സുരക്ഷാ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. The vast majority of Fortune 500 corporations conducted drug tests as one of their method of physical examination. ഭൂരിഭാഗവും എന്താണ് അതിന് പറയുന്നത്? ഭൂരിഭാഗവും ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള ഡ്രഗ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യാറുണ്ട്. Reducing the negative effect of substances addiction in the workplace, the main objective of drug testing. Underline ചെയ്യാട്ടോ. Main objective drug testing ന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാൻഡിഡേറ്റ്സിനെ ഡ്രഗ് ടെസ്റ്റിംഗ് വിധേയമാക്കുന്നത്? അവരുടെ എന്താണ് അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡ്രഗ് അഡിക്ഷൻ അഡിക്റ്റ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. Negative effects can be in the form of, ഏതൊക്കെയാണ് നെഗറ്റീവ് ഇഫക്ട്സ് ആയിട്ട് വരുന്നത്? അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് ഇഫക്ട്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ആബ്സെനിസം, ഓക്കെ, അതുപോലെ തന്നെ ടാർഡിനെസ്. ടാർഡിനെസ് എന്ന് പറഞ്ഞാൽ അലസത. ആബ്സെനിസം, ടാർഡിനെസ്, ടേൺ ഓവർ ഒഴിഞ്ഞുപോക്ക്, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഉണ്ട്, ഫ്രോഡ് കാണിക്കുക, ലോവർ പ്രൊഡക്ടിവിറ്റി, ക്രൈം, വയലൻസ്, ഇതൊക്കെയാണ് നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്ര വരെ ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? പാരഗ്രാഫ് ഓക്കെ ആണോ? ഒബ്ജക്റ്റീവ്സും പഠിക്കണം, അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Pre-employment drug testing is the most common type of testing program. അതുപോലെ ഒരു ലാസ്റ്റ് 3 സെന്റൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 2 സെന്റൻസ് കൂടി മാർക്ക് ചെയ്യാം. Reducing the negative effect of substance addiction in the workplace is the main objective of drug testing. ഇനി നെഗറ്റീവ് ഇഫക്റ്റുകൾ ഏതൊക്കെയാണ്? Can be in the form of absenteeism, tardiness, turnover, attitude issues, fraud, lower productivity, crime, and violence. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തോ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. Employers can aware. Employers ആരാണ്? തൊഴിലുടമകൾ കേട്ടോ. Employers are aware that the ability of the person to perform a job effectively and efficiently get reduced with the use of illegal drugs. എന്താണ്? എംപ്ലോയേഴ്സ്, തൊഴിലുടമകള് എപ്പോഴും അവെയർ ആയിട്ടിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ അവെയർ ആകുന്നത്? ഈ അവിടെ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് അവരുടെ വർക്കിൽ കറക്റ്റ് ആയിട്ട് വർക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ വർക്കിംഗ് എഫിഷ്യൻസി അല്ലെ, എബിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ഒക്കെ അതിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവരെപ്പോഴും അവെയർ ആയിട്ടിരിക്കാം. ആര്? തൊഴിലുടമകള്. ഇനി employers will be responsible in situation for the drug abusing employee
causes harm to other and to the company's property. ഇനി മറ്റുള്ളവരെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കമ്പനീസിന്റെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ പ്രോപ്പർട്ടി ഒക്കെ നശിപ്പിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എംപ്ലോയേഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഉത്തരവാദിത്വം അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കണം. കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടി എന്തെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടോ കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. തൊഴിലുടമകൾ. Many employers demand that job candidates undergo drug test. ഇങ്ങനെയുള്ള കാരണങ്ങളാലെ ഈ എന്താണ് കാൻഡിഡേറ്റ് എംപ്ലോയേഴ്സ് തൊഴിലുടമകള് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഈ ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കണം എന്നുള്ളത്. കാൻഡിഡേറ്റ്സ് ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കണം എന്നുള്ളതാണ് ഇവര് ഡിമാൻഡ് ചെയ്യുന്നത്. എംപ്ലോയേഴ്സ് have the option to reject candidates who refuse to undergo drug test. ഇങ്ങനെ എംപ്ലോയേഴ്സ് ഇങ്ങനെ പറയുമ്പോ കാൻഡിഡേറ്റ് അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റിന് വിധേയമാക്കാൻ പറയുമ്പോ കാൻഡിഡേറ്റ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവരെ റിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? എംപ്ലോയേഴ്സിനുണ്ട്. ഓക്കെ, കമ്പനിയിൽ നിന്ന് പുറത്താക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട്? എംപ്ലോയേഴ്സിനുണ്ട്. മനസ്സിലായോ ഡ്രഗ് ടെസ്റ്റിംഗ് എന്താണെന്ന്? ഡ്രഗ് ടെസ്റ്റിംഗിൽ എന്താ പറഞ്ഞത്? മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ കമ്പനീസും ഭൂരിഭാഗവും കമ്പനീസും ഈ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റുകൾ അല്ലെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഇഫക്റ്റ് അതിന്റെ അഡീഷൻ ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്റെ അഡീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റിംഗ് നടത്തുന്നത്. നെഗറ്റീവ് ഇഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഉണ്ട്, ടാർഡിനസ്, ടേൺ ഓവർ, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ, ഫ്രോഡ്, ലോവർ പ്രൊഡക്ടിവിറ്റി, ക്രൈം ആൻഡ് വയലൻസ് ആണ്. അതുപോലെ തന്നെ ഈ എംപ്ലോയേഴ്സ് എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ജോബ് എഫിഷ്യൻസി കറക്റ്റ് ആയിട്ട് അവർ ജോബ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ആര് ശ്രദ്ധിക്കണം? എംപ്ലോയേഴ്സ് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ എന്താണ് ഈ മിക്ക എംപ്ലോയേഴ്സും പറയുന്നത് എന്താണ്? കാൻഡിഡേറ്റിനെ ഈ ഡ്രഗ് ടെസ്റ്റിന് വിധേയമാക്കുക. അങ്ങനെ വിധേയമാക്കാത്ത അല്ലെങ്കിൽ അവർ കാൻഡിഡേറ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് റിജക്ട് ചെയ്യുകയാണെങ്കിൽ അവരെന്താണ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് അധികാരം എംപ്ലോയീസിനുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ജസ്റ്റ് അതിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്
Strength and fitness testing. Strength and fitness testing. It is important for the employer to examine the strength or fitness of the candidate for a physical demanding job. Almost all the police, fire department conduct physical fitness test for their candidate. നമുക്കറിയാം അല്ലെ, ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഏത് കാൻഡിഡേറ്റ്സിനായിരിക്കും? പോലീസ്, അതുപോലെ തന്നെ ഈ ഫയർ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ നോക്കാം, ഫോർ സ്റ്റീൽ വർക്കേഴ്സ്, അണ്ടർ വാട്ടർ ഡിമോളിഷൻ ഡൈവേഴ്സ് അല്ലെ, ഡൈവ് ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ ടെലിവിഷൻ, ഔട്ട്ഡോർ ക്രാഫ്റ്റ് workers. Studies have shown the strength and fitness are positively linked to good training, completion, and negatively related to the occurrence of lower back injuries. ഇങ്ങനെ എന്താണ്, അത് കൂടാതെ തന്നെ സ്റ്റീൽ വർക്കേഴ്സ്, ഡൈവേഴ്സ് ഉണ്ട്, ടെലഫോൺ, അതുപോലെ ഔട്ട്ഡോർ ക്രാഫ്റ്റ് വർക്കേഴ്സ്, അങ്ങനെയുള്ളവർക്കും ഇങ്ങനെയുള്ള ഫിറ്റ്നസ് ടെസ്റ്റിംഗ് കണ്ടിട്ട് ചെയ്യാറുണ്ട്. ഇനി അവരുടെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ളവർക്ക് എന്താണ്, ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ട് ഇല്ലേ? ഡൈവേഴ്സിനൊക്കെ കൃത്യമായിട്ട് നിങ്ങള് ഇപ്പോ ഡൈവേഴ്സ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? വാട്ടർ ഡൈവ് ചെയ്യുന്ന ആളുകള് ഇല്ലേ? മറ്റേ അർജുന്റെ ഒക്കെ കേസ് വന്നപ്പോ ഡൈവേഴ്സിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, ഇഞ്ചുറീസ് കൂടുതലും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ അല്ലെ? നമുക്ക് പറയുമ്പോ തന്നെ നമുക്ക് എന്താണ് അറിയാൻ പറ്റും അല്ലെ? ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ടും ഇഞ്ചുറീസ്, പോലീസിനാവാം, ഫയർ ഡിപ്പാർട്ട്മെന്റിലാവാം, അതുപോലെ ഡൈവേഴ്സിന്, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് കൂടുതലായിട്ടും ഇഞ്ചുറീസ് അവർക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി എന്താണ്, സ്റ്റഡീസ് ഹാവ് ഇൻഡിക്കേറ്റഡ് that the person's maximum oxygen intake should be at least 2.5 times the amount of needed on the continuous basis over an 8 hours shift. എന്താ പറയുന്നത്? 8 hours തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്രമാത്രം ഓക്സിജൻ ആവശ്യമുണ്ടോ അതിന്റെ 2.5 മടങ്ങ് വേണം ഇവർക്ക് ലഭിക്കാനായിട്ട്. ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? അവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. 8 hours കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഓക്സിജൻ വേണോ അതിന്റെ 2.5 മടങ്ങ് ഓക്സിജൻ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണ്? അത്രയും അധികം നല്ല രീതിയിൽ അവര് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. As a result, a person's ability to perform this challenging job for the short period of time does not inherently imply that they are fit to perform the same job all day. ഇനി അതുപോലെ തന്നെ കുറച്ചു നേരത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു ചലഞ്ചിങ് ജോബ് ആണെങ്കിൽ, കുറച്ചു നേരത്തേക്ക് മാത്രമുള്ള ഒരു ജോബ് ആണെങ്കിൽ അയാളുടെ എബിലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ചിലപ്പോൾ ഒരു ദിവസം കുറച്ച് ടൈം ജോലി ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസമാണെങ്കിൽ അതിന് കൂടുതൽ ഉണ്ടാവും. അപ്പൊ ആ കുറച്ചു ദിവസത്തെ ആ എബിലിറ്റി മാത്രം നോക്കിയിട്ട്, ആ ടൈമിലെ എബിലിറ്റി മാത്രം നോക്കിയിട്ട് അയാളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. It is possible to assemble the series of valid physical tests. Valid physical testകൾ എന്താണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? The technique is based on the detailed job analysis followed by the development of accurate simulations of the job's activities. അതുകൊണ്ട് തന്നെ ഈ പർട്ടിക്കുലർ ജോബ് ആക്ടിവിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ
അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ പോലീസ് ആണെങ്കിൽ പോലീസിന്റെ ആ ജോബിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഫിസിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് ഫോർ ഫയർ ഫൈറ്റർ. എ ഫയർ ഫൈറ്റർ എക്സാമ്പിൾ നോക്കാം കേട്ടോ. would have to drag a 175 പൗണ്ട്. പൗണ്ട് എന്ന് പറയുന്നത് വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പൗണ്ട് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. പേഴ്സൺ ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ആൻഡ് ഓക്കെ ഇത്രയും വരെ പറയാം. ഫയർ ഫൈറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അപ്സ്റ്റെയറിൽ നിന്ന് അപ്സ്റ്റെയറിൽ നിന്ന് ഒരാളെ ഇങ്ങനെ 75 കിലോ ഭാരമുള്ള ഒരാളെ വലിച്ചെടുക്കാനായിട്ടുള്ള ഡ്രാഗ് ചെയ്യാനായിട്ടുള്ള ഒരു അത്രയും കപ്പാസിറ്റി ആയിട്ട് വേണം. അതുപോലെ കോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ, COP ആരാണ്, പോലീസ് കേട്ടോ, പോലീസ്. Cop might have to run a mile faster than the offender he or she is chasing while wearing 10 pounds of gear and body armor. അപ്പൊ എന്താ പറയുന്നത് ഇവിടെ, പറയുന്നത് പോലീസിന് എന്താണ്, അയാളുടെ ബോഡിയിൽ 10 കിലോഗ്രാം വെയിറ്റ്, ആ വെയിറ്റ് തൂക്കിയിട്ടിട്ട് മറ്റൊരാളെ ചേസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ട് ഓടാനായിട്ടുള്ള കഴിവുണ്ടാവണം. ഓക്കെ, പോലീസിൻ്റെതായിട്ടുള്ളതും അതുപോലെ തന്നെ ഫയർ ഫൈറ്ററിന്റെ എബിലിറ്റി എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. മനസ്സിലായോ? എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ, ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണത്. ഈ നോക്കാം, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. It is also possible to use a proactive method for evaluating validation. Just ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, proactive method for evaluation. Proactive method എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, proactive എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, പ്രിവെന്റീവ് എന്നാണ് അർത്ഥം. പ്രിവെന്റീവ്. അപ്പോ ഫിസിക്കൽ ടെസ്റ്റിന്റെ വാലിഡേഷന് വിലയിരുത്താനായിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രോ ആക്റ്റീവ് മെത്തേഡ് ഫോർ വാലുവേറ്റിംഗ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റീവ് മെഷർമെന്റ് ഓഫ് ഹാർട്ട് റേറ്റ്, ഓക്സിജൻ അപ്ടേക്ക് ആൻഡ് അതർ ഹെൽത്ത് മെട്രിക്സ് among current employees can also be included in the processes. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ അപ്ടേക്ക്, നിലവിലുള്ള ജീവനക്കാരുടെ ഹെൽത്ത് മെട്രിക്സ്, ഇതൊക്കെ ടെസ്റ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ എന്താണ്, these knowledge should form the basis for selecting test for endurance, flexibility, strength and aerobics ability, as well as to determine cut-off points. അതുപോലെ തന്നെ ഈ എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ കപ്പാസിറ്റി, അതിനെയാണ് എൻഡുറൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, എയറോബിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അതുപോലെ കട്ട് ഓഫ് പോയിന്റ്, ഇതൊക്കെ നിശ്ചയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിലൂടെ. അതുപോലെ തന്നെ എന്താണ്, frequent physical testing negatively impact female candidates. ഇങ്ങനെയുള്ള ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഒക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? Therefore, the employer should carefully establish and determine the validity and cut-off scores of the test. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോ ഈ പോലീസ് ടെസ്റ്റിലൊക്കെ ആണുങ്ങൾക്ക്, മെയിൽസിനൊക്കെ ചിലപ്പോ 10 മിനിറ്റില് 10 റൗണ്ട് ഒക്കെ ഓടാനുണ്ടാവും. പക്ഷെ ഫീമെയിൽസിനാണെങ്കിലോ 15 മിനിറ്റ് കൊണ്ട് ചിലപ്പോ ഒരു 5 റൗണ്ടോ അങ്ങനെ വല്ലതും ഓടിയാൽ മതി. അവർക്ക് എന്താണ് ഒരു എന്താ പറയാ, അവർക്ക് അങ്ങനെയുള്ള ഇളവുകൾ ഉണ്ടാവും. ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്?
ഫിറ്റ്നസ് ടെസ്റ്റിൽ അവരുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. അത് അങ്ങനെ അനുസരിച്ചിട്ടാണ്. മെയിൽസിനായാലും ഫീമെയിൽസിനായാലും ഡിഫറെന്റ് കപ്പാസിറ്റി ആണ് അല്ലെ. അങ്ങനെയുള്ള ഒരു ഇളവുകള് ഈ ടെസ്റ്റിൽ ഫീമെയിൽസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗിൽ വരുന്നത്. ടെസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയും. ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് HIV ആൻഡ് എയ്ഡ്സ് ടെസ്റ്റിംഗ്. Due care is being taken by employers for recruiting candidates having AIDS. എന്താണ് ഈ എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിന് ഈ എംപ്ലോയേഴ്സ് കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കി, the Canadian Current Human Rights Commission policy state that the commission would not consider being HIV or AIDS free as a bona fide occupational necessity or bona fide justification unless it can be proved that being free from AIDS or HIV is essential for the effective, productive and consistent performance of a job or to receive programs or services. ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ HIV ഉള്ള കാൻഡിഡേറ്റ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സ് കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. എക്സാമ്പിൾ പറയുന്നത് കനേഡിയൻ കറന്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രകാരം ആ കമ്മീഷൻ പറയുന്നത് എന്താണ്, HIV ഉള്ള ആളുകളെ ജോബ് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അവര് പറയുന്നത് എല്ലാവർക്കും ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇക്വാളിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഇന്ന രോഗം അല്ലെങ്കിൽ എയ്ഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്താനായിട്ട് പാടില്ല. HIV ഉള്ള ആളായാലും ഏത് രോഗമുള്ള ആളായാലും ആ കാൻഡിഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ HIV ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജോലി കൊടുക്കാതിരിക്കാനായിട്ട് പാടില്ല. എല്ലാവർക്കും ഈക്വലി എന്ത് ചെയ്യണം, ജോബ് കൊടുക്കാം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് HIV or AIDS ടെസ്റ്റിംഗ്. ഇനി അവരെന്താണ് ഇങ്ങനെ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് ഇങ്ങനെയുള്ള HIV ടെസ്റ്റിങ്ങിന് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവര് പറയുന്നത് പറഞ്ഞില്ലേ, ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു, അവര് പറയുന്നത് ആ കമ്മീഷൻ പറയുന്നത് എന്താണ്,
HIV ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോലി കൊടുക്കാതെ മാറ്റി നിർത്താനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദം ദ ടെസ്റ്റിംഗ് ഷുഡ് only be performed in the situation versus the medical condition may be impact the job performance of the candidate. ഇനി എങ്ങനെയെല്ലാം മാറ്റി നിർത്താൻ പറ്റും? HIV പേരില് ആരെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പാടില്ല. ഇനി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് എന്തുകൊണ്ടാണ് ഇന്ന ആളെ ഒഴിവാക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫും കാരണവും സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായോ? കൃത്യമായിട്ടുള്ള പ്രൂഫും അതുപോലെ തന്നെ കാരണവും സബ്മിറ്റ് ചെയ്യാം. അതുപോലെ ഇനി ജോബിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രോഗത്തിന്റെ പേരിൽ എന്തെങ്കിലും ജോബ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തന്നാണ് കേട്ടോ. അത് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പൊ ജസ്റ്റ് ചുരുക്കിയതാണ് മിസ്. ക്ലിയർ ആയോ? HIV എന്ന് പറഞ്ഞാല് ആ കമ്മീഷൻ പറയുന്നത് എന്താണ്? HIV ഉണ്ട്, ആ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. ആ HIV ടെസ്റ്റിങ് അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ മാറ്റി നിർത്താം എന്ന് പറയുന്നുണ്ട്. ആ കാരണവും ജോലിയിൽ നിന്ന് റിജക്ട് ചെയ്യുന്നതിന്റെ കാരണവും പ്രൂഫും സബ്മിറ്റ് ചെയ്തിട്ട് ഓക്കെ സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ജോലിയിൽ കയറ്റി കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തെങ്കിലും ജോബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും HIV ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അയാൾ എന്ത് ചെയ്യാം? മെഡിക്കൽ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അങ്ങനെ അയാളെ റിജക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഒരു ടെസ്റ്റിംഗും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജനറ്റിക് ടെസ്റ്റിംഗ്. നോക്കാം. According to the Health Law Institute of University of Alberta, almost 24% of the genetic specialists believe that the employers should have access and employers' confidential medical records in order to determine whether the employee is likely to develop the genetic diseases that could be costly to employer. എന്താ പറയുന്നത്? ഇതില് ഈ ഹെൽത്ത് ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് തൊഴിലുടമകൾക്ക് എംപ്ലോയർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഈ ആൽബർട്ട എന്ന് പറയുന്ന ഒരു ജനറ്റിക് സ്പെഷ്യലിസ്റ്റുകൾ, ഒരു 24 ജനറ്റിക് സ്പെഷ്യലിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എന്താണ്? എംപ്ലോയർക്ക്, തൊഴിലുടമയ്ക്ക് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. കാൻഡിഡേറ്റ്സിന്റെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കാനായിട്ടുള്ള റൈറ്റ് തൊഴിലുടമകൾക്ക് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? പക്ഷേ അതെന്താണ്? വെരി കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി ടു ദ എംപ്ലോയർ. അങ്ങനെയുള്ള ഈ മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കോസ്റ്റ്ലി ആണത്. ഓക്കെ, എംപ്ലോയർക്ക് അത് വളരെ കോസ്റ്റ്ലി ആണ്. ജനറ്റിക് ടെസ്റ്റിംഗ് ഈസ് എ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാല് ഒരു തർക്ക വിഷയമായിട്ട്, കണ്ടൻഷ്യസ് ഇഷ്യൂസ്, തർക്ക വിഷയം, that propose screening or monitoring the job applicants for genetic propensity to illness caused by the various workplace chemicals or substances. അപ്പോ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവര് നോക്കുന്നതാണ്. ബട്ട് കോസ്റ്റ്ലി ആണ് നമ്മൾ പറഞ്ഞല്ലേ. ഇനി ജനറ്റിക് ടെസ്റ്റിംഗ് ഒരു വിവാദ വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. പൊതുവെ ഈ ടെസ്റ്റിംഗ് നടത്തുന്നത് എന്തിനാണ്? ഒരു ജോലി അനുയോജ്യമായ അവർക്ക് ടെസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തുന്നത്? നിങ്ങളുടെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലിക്ക് അവര് അനുയോജ്യമാണോ, അവരുടെ ഹെൽത്ത് അനുയോജ്യമാണോ, എന്തെങ്കിലും ഡിസീസസ് വരാനായിട്ട് സാധ്യതയുണ്ടോ, എന്തെങ്കിലും രോഗം വരാനായിട്ട് സാധ്യതയുണ്ടോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ജനറ്റിക് മോണിറ്ററിംഗ് ഇസ് യൂസ്ഡ് അലർട്ട് workers to workplace toxins. However, genetic screening is used to identify hereditary diseases to workplace hazards. It can also be used as a pre-employment test. This reduces the risk of an employer. For example, those workers who have an inherited sensitivity will not be here at the lead factory plant. Okay, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിവാദ വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. പൊതുവെ ഈ ടെസ്റ്റിംഗ് എന്നാൽ എന്താണ്, ജോലിക്ക് അവര് അനുയോജ്യമായിട്ടുള്ള, അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ആണോ അവർക്കുള്ളത്, എന്തെങ്കിലും ഡിസീസസ് വരാനായിട്ട്, രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നാണ് ഇവര് നോക്കുന്നത് ടെസ്റ്റിലൂടെ. അതുപോലെ തന്നെ ഈ ടെസ്റ്റിനെ പ്രീ എംപ്ലോയ്മെന്റ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയർക്ക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുന്നത് ലീഡ് ബാക്ടറി പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് അങ്ങനെയുള്ള ജോലി സ്ഥലമാണത്. അപ്പോ അങ്ങനെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോ അദ്ദേഹത്തിന് ഹെറിഡിറ്റി പാരമ്പര്യമായിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരാം. അങ്ങനെയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അതിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അപ്പോ അങ്ങനെയുള്ള പാരമ്പര്യപരമായിട്ടുള്ള ഹെറിഡിറ്റി പരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കൂടുതൽ നേരം കെമിക്കൽസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയുള്ള ജനറ്റിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ക്ലിയർ? നാളെ ടെസ്റ്റിംഗും ക്ലിയർ ആണോ? ബോറടിച്ചോ നിങ്ങൾക്ക്? ടെസ്റ്റിംഗ് പറഞ്ഞ് ബോറടി ആയോ? ഇല്ല. ഓക്കെ, ഇത്രയും മിസ്സിന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും എടുത്ത് നിർത്താം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർവ്യൂ പറഞ്ഞു, ഫിസിക്കൽ എക്സാമിനേഷൻ, അതിന്റെ മെത്തേഡ്സ്, ഇത്ര വരെയാണ് നമ്മൾ ഇതിന് എടുത്ത് നിർത്തിയത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഇല്ല? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.